ഹായ്. ഇന്ന് സ്കൂളില്ല, ശനിയാഴ്ചയാണ്. കുട്ടികൾ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചിട്ട് ഇതാ ഹാളിൽ ഭയങ്കര കളിയാണ് കേട്ടോ. അവരകത്ത് കളിക്കുകയാണെങ്കിൽ ഇതുപോലെ തലയണയും പുതപ്പും ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ കളിക്കൽ. അതൊക്കെ വിരിച്ച് തലയണ കൊണ്ട് പാർട്ടീഷനൊക്കെ ചെയ്ത് ഓരോ ടോയ്സൊക്കെ അതിൽ വെച്ചിട്ടാണ് കളിക്കൽ. നിങ്ങളുടെ വീട്ടിൽ മക്കളിങ്ങനെയൊക്കെ കളിക്കാറുണ്ടോ? തലയണയും പുതപ്പൊക്കെ എടുത്തിട്ട്. നിയമമുള്ളത് തലയണ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാൻ നോക്കുകയാണ്. അതാണെങ്കിൽ നിൽക്കൊന്നുമില്ല. പിന്നെ അത് നിൽക്കാൻ വേണ്ടിയിട്ട് ഓരോ ടോയ്സും അതിൻ്റെ മേലെ ചാരി വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഉച്ചക്കൊന്ന് ഉറങ്ങിയിരുന്നു. അവിടെ നിന്നൊക്കെ തലേണ ഇതൊക്കെ കണ്ട് തലേണൊക്കെ എടുത്ത് കണ്ടതാ മോള് വന്നാണ്. ഞാൻ അവരിഷ്ടത്തിന് കളിക്കാൻ സമ്മതിക്കാറുണ്ട് കേട്ടോ. കാരണം വീടൊരു മ്യൂസിയം പോലെ ഒരുക്കി, ഞാനങ്ങനെ മ്യൂസിയം പോലെ ഒരുക്കി കൊണ്ടെടുക്കാറില്ല. കാരണം എത്ര ഒതുക്കി വെച്ചാൽ അവരെടുത്തിടും. പിന്നെ അവരിഷ്ടത്തിന് തന്നെ ആയിക്കോട്ടെ എന്ന് ഞാൻ കരുതും. ഇങ്ങനെയൊക്കെ കളിക്കുന്ന സമയത്ത് വിരുന്നേര് വന്നാൽ എന്ത് വിചാരിക്കും, അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കാറില്ല സത്യം പറഞ്ഞാൽ. കാരണം വിരുന്നേർക്ക് വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ വീടുണ്ടാക്കിയത്. നമ്മുടെ മക്കളതിൽ അവർക്കിഷ്ടമുള്ളതുപോലെ കളിക്കട്ടെ. ഇതിൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. എല്ലാവർക്കും ഇങ്ങനെ അഭിപ്രായം ആയിക്കൊള്ളണമെന്നില്ല. കാരണം കുട്ടികൾ ഈ ഒരു പ്രായം ഇത് ഈ ഒരു സമയത്തേ ഉണ്ടാവുള്ളൂ. കുറച്ച് വലുതായാൽ പിന്നെ അവരുടെ കളികൾ മാറി, അവരുടെ ചിന്തകൾ മാറി. ഇവിടെ ചുമരിലൊക്കെ മക്കൾ നിറയെ എഴുതി വെച്ചിട്ടുണ്ട്. അവർ പഠിച്ച എല്ലാ അക്ഷരങ്ങളും ചിത്രങ്ങളും എല്ലതും ചുമരിലുണ്ടാവും. ഒരു സമയം വരില്ലേ അവർ ചുമരിലൊക്കെ വരയ്ക്കുള്ളൂ എന്ന് ഞാനും ഇക്കാക്കും പറയും. ഇപ്പോൾ ബേബി ഏതെങ്കിലും ഒരു അക്ഷരം ഏതാണ് ഇത്താ ചോദിച്ചാൽ മീമോള് വേഗം ചെന്നിട്ട് ചുമരിലാണ് കേട്ടോ എഴുതി കാണിച്ചു കൊടുക്കൽ. ആ ലെറ്റർ ഇതാണെന്ന് പറഞ്ഞിട്ട്. ശരിക്കും നമ്മൾ ഈ കുട്ടികളെ കളി കണ്ടിരിക്കാൻ നല്ല രസമാണ്. ചിലപ്പോൾ അവർ ടീച്ചറും കുട്ടിയാവും, ചിലപ്പോൾ ഡോക്ടറാവും, ചിലപ്പോൾ ഈ പാർട്ടീഷൻ ചെയ്ത് വെച്ചിട്ടില്ലേ അത് 3 ഭാഗത്താവും, 3 വിടാവും. അപ്പോൾ ഞങ്ങളെ അയൽവാസികളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കളിയാവും. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനെ കണ്ടിരിക്കാൻ.
വൈകിട്ട് കടല വെള്ളത്തിലിട്ടിരുന്നു. വെള്ളക്കടലയാണ്, അത് വേവിച്ചു. പിന്നെ വെളിച്ചെണ്ണയിൽ ഉള്ളിയും തക്കാളിയും മല്ലിച്ചപ്പൊക്കെ വഴറ്റി ഗരം മസാലയും കുരുമുളക് പൊടിയിട്ട് പിന്നെ വേവിച്ച കടലയും ചേർത്ത് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടൊന്ന് വറുത്തെടുത്ത്. അതാണ് കേട്ടോ ഇന്ന് ചായക്ക് വൈകുന്നേരം. ഞങ്ങളിതാ എന്നും വൈകുന്നേരം ചായ ഈ കൊലയിട്ടിട്ടാണ് ചായ കുടിക്കാറ്. ഉമ്മയാണത്, നസംഖാൻ്റെ ഉമ്മയാണ്. ഈ കുട്ടിക്ക് എന്തുണ്ടാക്കി കൊടുത്തിട്ടും കാര്യമില്ല കേട്ടോ. അവൾക്കൊന്നും ഇഷ്ടമല്ല, ഒന്നും കഴിക്കണില്ല. പക്ഷെ പാത്രത്തിൽ വേണം കേട്ടോ കറക്റ്റായിട്ട്. പിന്നെ കളിക്കാനൊക്കെ കുട്ടികളൊന്നപ്പോൾ കളിക്കാൻ വിടില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒരു പഴം ഞാൻ കൊടുത്തപ്പോൾ പഴം ഒന്ന് കഴിച്ച്, ചെറുപ്പഴം ഉണ്ടായിരുന്നു. കളിക്കാൻ പോകണ ആവശ്യത്തിൽ പഴം ഒന്ന് കഴിച്ചു. ഞാനാണ് ഈ കളി പറഞ്ഞതും ഞാനാണ്. അപ്പൊ നമ്മൾ ഇന്ന് ചാലഞ്ച് കളി തുടങ്ങാൻ പോവാട്ടോ. നിങ്ങൾ നേരെ വീഡിയോക്ക് വാ, നമുക്ക് തുടങ്ങാം. സത്യം സത്യം ഞാനത് ചെയ്യാൻ പോയത്. അപ്പൊ ശരിക്കുണ്ടാക്കിയല്ല ഞാന് നമ്മളെന്താ കൂടി ഞാനൊക്കെ ചെയ്യാൻ പോണത് ഗായ്സിക്ക് നല്ല ചിരി വരുന്നുണ്ട്. അങ്ങോട്ടുണ്ടല്ലേ. സോറി. ബൈ ബൈ മതിട്ട് ബൈ. നല്ല ടേസ്റ്റി ഇട്ട് ബൈ ബൈ. സിസ്റ്റർക്ക് നിങ്ങൾ